ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലേഡി ബോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പല ആളുകളുടെയും ഫേസിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ബ്ലാക്ക് ഹെഡ്സ് അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ്. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് ഫേസ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക. ഫേസ് വാഷോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാകുന്ന എന്തെങ്കിലും DIYസോ യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഫേസ് ഒന്ന് സ്റ്റീം ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് ആവി പിടിക്കൂലേ, അതേപോലെ ആവി പിടിച്ചിട്ട് ചെയ്താലും മതി. ഞാനിവിടെ പാത്രത്തിൽ ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ടവൽ മുക്കിയിട്ട് ഫേസിലൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് ചൂടുള്ള എന്താ പറയുക തിളച്ച വെള്ളമൊന്നും എടുക്കരുത്. അത്യാവശ്യം നമ്മുടെ ഫേസിലിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള ചൂടുള്ള വെള്ളം വേണം കേട്ടോ. നമുക്കിങ്ങനെ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പോഴ്സ് ഉണ്ടാവുമല്ലോ, അതൊന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോഴ്സിലാണല്ലോ നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ ചൂട് പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആവി പിടിക്കുന്ന സമയത്ത് പോഴ്സ് ഓപ്പൺ ആകുമ്പോൾ ആ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഒന്ന് ഇളകി നിൽക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ മൂക്കിൻ്റെ ഈ മേലൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ വൈറ്റ് ഹെഡ്സിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഫേസ് നന്നായിട്ട് തന്നെ ഒന്ന് സ്റ്റീം ചെയ്യുക. ഇങ്ങനെ പിടിച്ചു കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ആവുകയും ചെയ്യും. അവിടേക്ക് ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം നല്ലതാണ്. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മിക്സ് ഇതാണ് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ആദ്യം തന്നെ ഞാനിവിടെ എടുക്കുന്നത് കുറച്ച് ഓട്സാണ്. നിങ്ങൾക്ക് എന്താ പറയുക, വൺ ടൈം യൂസിനേക്കാണെങ്കിൽ കുറച്ചെടുത്താൽ മതി. പിന്നെ ഈ ഒരു കറുവപ്പട്ട എടുക്കുന്നുണ്ട്, അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ എടുക്കുന്നത്, മുഴുവനായിട്ട് എടുക്കുന്നില്ല കേട്ടോ. നമുക്കൊരു ബേണിങ് പോലെ തോന്നും, ഒരു ഇരിച്ചിലൊക്കെ തോന്നും. അപ്പോൾ അത് കാരണം കുറച്ച് മാത്രമേ എടുക്കണുള്ളൂ. എന്നിട്ട് ഞാനൊന്ന് പൊടിച്ചതിന് ശേഷം ജസ്റ്റ് തൈരിലാണ് മിക്സ് ചെയ്തത്. തൈരിൽ മിക്സ് ചെയ്ത ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് കേട്ടോ. അപ്പോൾ തൈരിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിതേപോലെ ഫേസിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് എവിടെയാണോ ഉള്ളത് ആ ഒരു ഏരിയയിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഈ കറുവപ്പട്ട അല്ലെങ്കിൽ സിനമൺ എന്ന് പറയുന്ന ഈ ഐറ്റം ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ മാഗ്നീഷ്യം, കാൽസ്യം, അയൺ എന്നിവയൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫേസിൽ വരുന്ന പിമ്പിൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ടുണ്ട്. അപ്പോൾ പിമ്പിൾസ് വരുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വ്രിങ്കിൾസ് മാറ്റും. നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന വ്രിങ്കിൾസിനെ മാറ്റാൻ വേണ്ടിയിട്ടും സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു എന്താ പറയുക, സ്കിന്നൊന്ന് സ്വാഭാവികമായിട്ടുള്ള ആ ഒരു നിറത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ആഡ് ചെയ്തിട്ടുള്ളത് ഓട്സാണ്. ഓട്സിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. പിമ്പിൾസ് മാറും, അതേപോലെ പാടുകൾ, വ്രിങ്കിൾസൊക്കെ മാറും. സ്കിന്നിനൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ്. ഇതിൽ വിറ്റാമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസും ഉണ്ട്. സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ കൂടി നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ നെറ്റീൻ്റെ മേലെ അതേപോലെ താടീൻ്റെ ഇവിടെ, മൂക്കിൻ്റെ ഇവിടെയൊക്കെ ചെറിയ 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 രീതിയിൽ വൈറ്റ് ഹെഡ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ ചെറുതായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നമുക്കൊന്ന് ഉണങ്ങിയതിന് ശേഷം കഴുകി കളയാം. ഇതിൽ കുറച്ച് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലായല്ലോ അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യാം. പിന്നെ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള കറുവപ്പട്ട ആണല്ലോ. അപ്പോൾ അത് ചില ആളുകൾക്കൊരു എരിച്ചിലോ സെൻസിറ്റീവ് സ്കിൻ ഏരിയാസ് ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ എത്തുന്ന സമയത്ത് ചെറുതായിട്ടൊരു എരിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറ്റൂല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. കറുവപ്പട്ടയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, കോഫി പൗഡർ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അതും അല്ലെങ്കിൽ തൈര് സ്കിന്നിൽ പറ്റാത്ത ആളുകളുണ്ടാവും, അതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. നമുക്ക് എന്താണോ സ്കിന്നിൽ അലർജി റിയാക്ഷൻസ് ഉണ്ടാകുന്നത്
ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത് അത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്യൂട്ടാകുന്ന ഐറ്റംസ് ആഡ് ചെയ്തിട്ട് ഈ ഒരു സംഭവം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയിട്ട് നമുക്കിതൊന്ന് തുടയ്ക്കാം. ഓക്കെ, അപ്പം ഞാനിത് എന്താ പറയുക, ജസ്റ്റ് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. തൈര് സ്കിന്നിനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും തൈരിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയതുകൊണ്ടും ഇലാസ്റ്റികത നിലനിർത്താൻ വേണ്ടിയിട്ടും ഹൈഡ്രേഷൻ നൽകാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്കിന്ന് ബ്രൈറ്റ് ആകുന്നു, അതേപോലെ തന്നെ വൈറ്റ് ഹെഡ്സിൻ്റെ ഇഷ്യൂസ് പോകുന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് ട്രൈ ചെയ്ത് നോക്കിയത്. നിങ്ങൾ എന്ത് റെമഡീസ് ആണെങ്കിലും ടിപ്സ് ആണെങ്കിലും ചെയ്യുന്ന സമയത്ത് ചെറിയ അളവിൽ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം മാത്രം ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്കേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. തൈര് പറ്റാത്ത ആളുകൾ തൈര് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കറുവപ്പട്ട ചില ആളുകൾക്ക് ഒരു ബേണിങ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അളവ് കുറച്ച് നോക്കുക, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, സംഭവം അത് അടിപൊളിയാണ് കേട്ടോ. എൻ്റെ മൂക്കിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു വൈറ്റ് ഹെഡ്സിൻ്റെത്. ഇവിടെയൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു. ഫേസ് ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഫേസ് കഴുകുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ തുടച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് ആ പോഴ്സിൻ്റെ അകത്തുനിന്ന് ആ വൈറ്റ് ഹെഡ്സിൻ്റെ ഇങ്ങ് ഇളകി പോരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എന്നിട്ട് വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ സ്കിന്നിന് എന്ത് പിടിക്കും എന്ത് പിടിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് മാത്രമേ അറിയുള്ളൂ. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് മാറ്റി മറിച്ചൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഫേസിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും എന്ത് തന്നെ എന്ത് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസൊക്കെ നന്നായിട്ട് തുടയ്ക്കുന്നുണ്ട്. ആ തുടയ്ക്കുന്നതിനനുസരിച്ച് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എൻ്റെ സ്കിന്നിനൊന്ന് നല്ലൊരു ഹൈഡ്രേഷൻ, ഒന്ന് എക്സ്ഫോളിയേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഒരു ബ്രൈറ്റായിട്ട് നല്ല ഹൈഡ്രേഷനായിട്ട് നിൽക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നേരത്തെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപുള്ള സ്കിന്നും അതിന് ശേഷം നമ്മൾ തുടച്ചെടുക്കുമ്പോൾ ഉള്ള ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കഴുകി കളയുന്നതിനേക്കാൾ ഒന്നുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതേപോലെ തുണി നനച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ തുടച്ചെടുക്കുന്നതായിരിക്കും. ആ സമയത്ത് പോഴ്സിലുണ്ടാവുന്ന ആ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഇങ്ങനെ ചാടിപ്പോരും കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ഫേസിലുണ്ടായിട്ടുള്ള മൂക്കിൻ്റെ സൈഡിലൊക്കെ വൈറ്റ് ഹെഡ്സിൻ്റെ ഇഷ്യൂസ് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് തുടച്ച സമയത്ത് അതിങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ എൻ്റെ മൂക്കിൻ്റെ അവിടെ ഇതുവരെ മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ വൈറ്റ് ഹെഡ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. സൈഡിലൊക്കെ അതൊക്കെ പോയി. ഈ മുഖം ഒന്നുകൂടി കഴുകണം കേട്ടോ. അതാ ഇവിടെയൊക്കെ കണ്ടോ വൈറ്റ് ഹെഡ്സിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ചാടി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തുടച്ച സമയത്ത് പോഴ്സിൻ്റെ അകത്ത് നിന്ന് ഓപ്പൺ ആയിട്ട് പുറത്തേക്ക് ചാടി വന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഫേസ് ഒന്നുകൂടി നന്നായിട്ട് കഴുകണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള കറുവപ്പട്ട ആണെങ്കിലും അതേപോലെ തന്നെ തൈരാണെങ്കിലും നിങ്ങൾക്ക് സ്കിന്നിൽ പറ്റൂല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് കോഫി പൗഡറോ തൈരിന് പകരം പാലോ, ഇനി പാലും പറ്റില്ല എന്നുണ്ടെങ്കിൽ തേനോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് എന്ത് ആഡ് ചെയ്യുകയാണെങ്കിലും ഇത് ആഡ് ചെയ്യുകയാണെങ്കിലും സെയിം സാധനം തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഉണ്ടാക്കിയിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്തിട്ട് ഇറിറ്റേഷനോ കുഴപ്പമൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെങ്കിൽ മാത്രം ഫേസിലേക്ക് ഇട്ടാൽ മതി. പിന്നെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടാൽ മതി കേട്ടോ ഈ ഒരു സാധനം. ഇല്ലെങ്കിൽ എവിടെയാണോ വൈറ്റ് ഹെഡ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് ഉള്ളത് അവിടെ മാത്രം ആക്കിയാൽ മതി കേട്ടോ. ഞാൻ കംപ്ലീറ്റ് എനിക്ക് നെറ്റീൻ്റെ ഇവിടെ, അതേപോലെ ഇവിടെ ചെറുതായിട്ട് ഇവിടെ ഈ ഒരു ഏരിയ മൂക്കിൻ്റെ മേലെ ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ വൈറ്റ് ഹെഡ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. ബ്ലാക്ക് ഹെഡ്സ് ഇല്ല, വൈറ്റ് ഹെഡ്സ് ഉണ്ട്.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് ആയിട്ട് കാണാം. ബൈ.